നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC പരീക്ഷ എഴുതുന്ന മിക്ക ഉദ്യോഗാർത്ഥികളെയും വലയ്ക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്ക്. നിങ്ങൾ നന്നായിട്ടൊക്കെ പരീക്ഷ എഴുതിയിട്ട് വരും, വീട്ടിൽ വന്ന് ആൻസർ കീ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലും നെഗറ്റീവ് അടിച്ചു പോകും. അപ്പൊ PSC പരീക്ഷകളിലെ ഒരു മെയിൻ വില്ലൻ തന്നെയാണ് നെഗറ്റീവ് മാർക്ക്. നിങ്ങളുടെ റാങ്ക് കളയുന്ന നെഗറ്റീവ് മാർക്ക് എങ്ങനെ ഒഴിവാക്കാം? നെഗറ്റീവ് മാർക്ക് ഇനി PSC പരീക്ഷകളിൽ ഒരു വില്ലനാകത്തില്ല. അതിനുവേണ്ടി ഞാൻ PSC പരീക്ഷകളിൽ ഉപയോഗിച്ചിട്ടുള്ള 5 സൂപ്പർ ട്രിക്കുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ ട്രിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യാമോ? നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതുപോലെ നെഗറ്റീവ് മാർക്ക് എങ്ങനെ ഒഴിവാക്കാം അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാനൊരു 5 സൂപ്പർ ട്രിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറും 0.33 മാർക്കിന്റെ വ്യത്യാസത്തിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നമ്മളിൽ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും വെറും 0.33 മാർക്സിന് റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയവർ. അപ്പോഴാണ് നമ്മൾ ഈ പോയിന്റിന്റെ ഒക്കെ വില അറിയുന്നത്. നന്നായിട്ട് പഠിച്ച് പരീക്ഷാ ഹാളിൽ പോയി പരീക്ഷ എഴുതി ചെറിയ തെറ്റുകൾ കാരണം, പരീക്ഷാ ഹാളിൽ നിങ്ങൾ വരുത്തുന്ന ചെറിയ തെറ്റുകൾ കാരണം നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൂട്ടിയ ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ യെസ് എന്ന് പറയൂ. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ സ്വാഗതം ഹർഷിതം എഡ്യൂടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ നെഗറ്റീവ് മാർക്കിനെ എങ്ങനെ ഒഴിവാക്കാം, അതിനുള്ള 5 കിടിലൻ തന്ത്രങ്ങൾ. അപ്പൊ 5 ടിപ്സുകളും കാണാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക എന്നതാണ്. അപ്പൊ ഞാൻ ശീലിച്ച ആദ്യത്തെ ഒരു ടിപ്പാണ്, എന്റെ ആദ്യത്തെ ഒരു ടിപ്പാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ആദ്യത്തെ ഒരു ടിപ്പാണ് സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. ദ ആർട്ട് ഓഫ് സ്കിപ്പിംഗ്. PSC പരീക്ഷയിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ PSC പരീക്ഷകളിൽ നിങ്ങൾക്ക് 100 ചോദ്യം തന്നിരിക്കുന്നത്, ഈ 100ഉം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടേ പരീക്ഷാ ഹാളിൽ നിന്ന് പോകാവൂ. അതിന് വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. 100ൽ 100 മാർക്ക് കിട്ടിയാൽ മാത്രമേ ജോലി കിട്ടൂ, അങ്ങനെയുമില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 100ൽ 100 ചോദ്യവും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലടേ. ഇങ്ങനെ അറ്റൻഡ് ചെയ്യണോ, ഞാൻ കുറഞ്ഞു പോയോ, ഞാൻ അറ്റൻഡ് ചെയ്ത് കുറഞ്ഞു പോയോ, അങ്ങനെ ഒരു ആദിയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിലേക്ക് നയിക്കുന്നത്. നെഗറ്റീവ് മാർക്ക് നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ്, വരൂ 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 എന്ന്. അപ്പോൾ മനസ്സിനെ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യുക. സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. സിലബസിന് പുറത്ത് നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ അറിയാത്തതോ ആയ ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അവിടെ ഒരു ഹീറോ ആകാൻ ശ്രമിക്കരുത്. ഞാൻ ഇത് എഴുതിയിട്ടേ പോകൂ എന്നൊരു ഹീറോ ആകാൻ നിങ്ങളുടെ അവിടെ ശ്രമിക്കരുതേ. 4 ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടില്ല, 4 ഓപ്ഷനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല, യാതൊരു ധാരണയും ഇല്ല. അങ്ങനെയെങ്കിൽ സ്കിപ്പ് ചെയ്യൂ. ആ ചോദ്യം അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് വിടുക. ഉത്തരം എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സേഫ്റ്റി. ഉത്തരം എഴുതിയാൽ എന്തായാലും ആ ചോദ്യത്തിന് നെഗറ്റീവ് അടിക്കും. അപ്പോ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. ദ ആർട്ട് ഓഫ് സ്കിപ്പിംഗ്. പഠിച്ചല്ലോ, ആദ്യത്തെ ടിപ്പ് കിട്ടിയല്ലോ. അപ്പോൾ 100ൽ 100 ചോദ്യം ഫുള്ളായിട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ എനിക്ക് PSC പരീക്ഷ കിട്ടത്തുള്ളൂ, ഞാൻ വിജയിയാകത്തുള്ളൂ. അങ്ങനെയല്ല. മാക്സിമം നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി നിങ്ങൾ നേടിയെടുക്കുന്ന മാർക്ക് സേഫ് ആയിട്ട് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ LDC ജോലി എനിക്ക് കിട്ടാൻ കാരണം ഞാൻ ഈ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിയത് തന്നെയാണ്. ഞാൻ എഴുതിയ LDC പരീക്ഷയിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്, 3 മാർക്ക് മാത്രമേ ഞാൻ തിരിച്ചിട്ടുള്ളൂ. 3 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ തിരിച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച റാങ്കിൽ, ആദ്യത്തെ റാങ്കിൽ തന്നെ വരാൻ പറ്റിയതും എനിക്ക് പെട്ടെന്ന് തന്നെ സർക്കാർ ജോലി കിട്ടിയതും. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് കാര്യം പറഞ്ഞോടെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ LDC നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ വേണ്ടി പുതിയ ഒരു ബാച്ച്, LDC 2026-27 ബാച്ച് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2027 നടക്കാൻ പോകുന്ന LDC പരീക്ഷ കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 2027 ഡിസംബർ വരെയൊക്കെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 1.5 വർഷത്തോളം. അപ്പൊ ഈ 2026-ലും 27-ലും നടക്കാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾ ഈ ഒരു ബാച്ച് എടുത്താൽ മതി.
ജോലിക്ക് പോകുന്നവരാണോ, വീട്ടമ്മയാണോ, അതുപോലെ പഠനത്തിൽ ഗ്യാപ്പ് വന്നവരാണോ, സ്റ്റുഡന്റ് ആണോ, ആരാണെങ്കിലും കുഴപ്പമില്ല. ഡെയിലി ഒരു 2-2.5 മണിക്കൂർ പഠിക്കാനുള്ളത് മാത്രമേ തരത്തുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. നമ്മുടെ ആപ്പ് 24/7 നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഐഫോണിൽ യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം. LGS ബാച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചില്ലേ? നമ്മൾ ഏപ്രിൽ മാസം LGS ബാച്ചിന്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നു, അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് ആൾക്കാരെ ഒന്നും എടുക്കത്തില്ല, ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കത്തുള്ളൂ. അപ്പൊ LGS 2026-27 LDCയുടെ കൂടെ തന്നെ LGSന്റെ നോട്ടിഫിക്കേഷനും വരാനിരിക്കുന്നു. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാച്ചിലും പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്സ് ഉൾപ്പെടെയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീമുമായിട്ട് ചാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറും കൊടുത്തേക്കാം. വാട്സാപ്പിലൂടെ അവരെ കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കാവുന്നതാണ് ആപ്പിനെ പറ്റിയുള്ള. ഓക്കെ, അപ്പോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ? അടുത്ത ടിപ്പാണ് റൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുക. എന്താണ് റൗണ്ട് സിസ്റ്റം? നിങ്ങൾ PSC പരീക്ഷ എഴുതുമ്പോൾ 100 ചോദ്യവും 100 ചോദ്യത്തിലൂടെയും നിങ്ങൾ കണ്ണോടിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി. അതാണ് ആദ്യത്തെ റൗണ്ട്. അപ്പൊ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു റൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുക. ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ. അപ്പൊ ഒന്നാമത്തെ റൗണ്ടിൽ പോയി നിങ്ങൾ ഊഹാഭോഗങ്ങൾ ഒന്നും നടത്തരുത്. ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് വരുമോ, മാത്രമേ OMR ഷെയ്ഡ് ചെയ്യാവൂ. അപ്പൊ ഇതിലൂടെ തന്നെ നിങ്ങൾക്കൊരു മികച്ച സ്കോർ ഉറപ്പിക്കാൻ അവിടെ പറ്റും. ഓക്കെ, അപ്പൊ ഈ ടിപ്പ് മനസ്സിൽ വെച്ചേക്ക. ഒന്നാമത്തെ റൗണ്ടില് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് OMR ഷെയ്ഡ് ചെയ്തിട്ട് വരിക. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു മികച്ച സ്കോർ ഉറപ്പിക്കാം. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നിങ്ങൾ നോക്കുമല്ലോ, എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു രണ്ടാമത്തെ റൗണ്ട് ഒരു ഓട്ട പ്രതീക്ഷ നടത്തത്തില്ലേ? ഈ രണ്ടാമത്തെ റൗണ്ടിൽ കുറച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന ചോദ്യങ്ങളിലേക്ക് മാത്രമേ കടക്കാവൂ. നിങ്ങൾക്ക് തീരെ അറിയാത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാൻ പാടില്ല. രണ്ടാമത്തെ റൗണ്ടില് കുറച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അനാവശ്യ തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ റൗണ്ടില് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ റൗണ്ടില് കുറച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോ അനാവശ്യ തെറ്റുകൾ ഈ ഒരു റൗണ്ട് സിസ്റ്റം വഴി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ടിപ്പ് നമ്പർ 2 എന്താണ്? റൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ടിപ്പ് നമ്പർ 3. ഇതിൽ ഞാൻ 5 ടിപ്പേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ ടിപ്സ് വേണമെങ്കിൽ പറഞ്ഞോളൂ, യെസ് എന്ന് കമന്റ് ചെയ്തോളൂ. ഞാൻ കൂടുതൽ ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മൂന്നാമത്തെ ടിപ്പ് എലിമിനേഷൻ മെത്തേഡ് ആണ്. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ 50-50 റൂൾ ആണ്. അതായത് രണ്ടാമത്തെ റൗണ്ടില് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ 4 ഓപ്ഷനുകളിൽ 2 തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ, അതായത് ഒരു 50-50 ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാവുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 4 ഓപ്ഷൻ നോക്കിയിട്ട് അതിൽ 2 നിങ്ങൾക്ക് തെറ്റാണെന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ 2 ഉത്തരവില്ലേ കാണത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 50-50 എടുക്കാം. 50-50 റൂള് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ശരിയാകാനുള്ള, അപ്പൊ 2 ഓൾറെഡി തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി 2 ഏതാണെന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ 50-50 എടുത്താൽ തന്നെ ശരിയാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇങ്ങനെ 50-50 അപ്ലൈ ചെയ്യുമ്പോൾ ഊഹിച്ച് ഉത്തരം എഴുതുന്ന അഥവാ ബ്ലൈൻഡ് ഗെസ്സിംഗ് എന്നൊക്കെ പറയത്തില്ലേ, ഊഹിച്ച് ഉത്തരം എഴുതുന്ന പരിപാടി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഊഹിച്ച് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവിലേക്ക് പോകും. ഊഹിച്ച് ഉത്തരം എഴുതരുത്. ഒരു 50-50 ചാൻസ് എടുക്കാൻ വേണ്ടി നോക്കുക. ബ്ലൈൻഡ് ആയിട്ടുള്ള ഗെസ്സിംഗ് പാടില്ല. അപ്പൊ ടിപ്പ് നമ്പർ 3 എന്താണ്? 50-50 റൂൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി 4ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ മുഴുവനായി വായിക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും ഈ PSC പരീക്ഷകളിൽ സംഭവിക്കുന്നത് ചോദ്യപേപ്പർ കിട്ടി അങ്ങ് വെപ്രാളമാണ്. അയ്യോ പരീക്ഷ തീരാമ്പോ സമയം പോണു അങ്ങനെ ഒരു വെപ്രാളമാണ്. അപ്പം മിക്കവരും ചോദ്യങ്ങൾ മുഴുവനായിട്ടും വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല. അതായത് ചോദ്യം മുഴുവനായിട്ടും വായിക്കുക. പലപ്പോഴും മാർക്ക് പോകുന്ന ഒരു പ്രധാന കാര്യം ഈ ചോദ്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണത്തില്ല.
അതായത് ചോദ്യത്തിന്റെ അവസാനം കൊടുത്തേക്കുന്ന അല്ലാത്തത് ഏത്, തെറ്റായ പ്രസ്താവന ഏത്, ശരിയായ പ്രസ്താവന ഏത്, ഇങ്ങനത്തെ വാക്കുകളൊന്നും നമ്മുടെ ആവേശം കാരണം, അതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്, നമ്മുടെ ആവേശം കാരണം ശ്രദ്ധിക്കാറേയില്ല. അതുകൊണ്ട് ചോദ്യം ആദ്യത്തെ വാക്ക് മുതൽ അവസാനത്തെ വാക്ക് വരെ വായിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് കയറിയങ്ങ് ഉത്തരത്തിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് പറയുന്നത് ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. അപ്പൊ ചോദ്യം ആദ്യത്തെ വാക്ക് മുതൽ അവസാനത്തെ വാക്ക് വരെ ശ്രദ്ധിച്ച് വായിച്ച ശേഷം മാത്രമേ ഓപ്ഷനുകളിലേക്ക് പോകാവൂ. ഓക്കെ, അതാണ് ടിപ്പ് നമ്പർ 4. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ടിപ്പ് നമ്പർ 4 എന്താണ്? ചോദ്യങ്ങൾ പൂർണ്ണമായി വായിക്കുക എന്നതാണ്. ഇനി അടുത്ത ടിപ്പ്, മോക്ക് ടെസ്റ്റുകൾ. മോക്ക് ടെസ്റ്റ് ആർ ദ കീ. ആദ്യം തന്നെ അപ്പിയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്കാവരുത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ എഴുതി ആ ഒരു എക്സ്പീരിയൻസ് വേണം നിങ്ങളുടെ ഫൈനൽ എക്സാം എഴുതാൻ പോകാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ എപ്പോഴും പരീക്ഷയായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ച പോർഷൻസിന്റെ റിവിഷൻ ശനി ഞായറും ഞായറാഴ്ച പരീക്ഷ, എപ്പോഴും എല്ലാ ഞായറാഴ്ചയും പരീക്ഷയായിരിക്കും. അപ്പൊ നിങ്ങൾ വീക്ക്ലി പരീക്ഷ എഴുതി തന്നെ പോകണം. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ഒരേ ഒരു കുറുക്ക് വഴി ആയിട്ട് ഞാൻ പറയുന്നത് മോക്ക് ടെസ്റ്റുകളെയാണ്. പരമാവധി മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിക്കുക. അപ്പൊ എന്തിനാ ഈ മോക്ക് ടെസ്റ്റ് എഴുതാൻ പറയുന്നത്? സമയം മാനേജ് ചെയ്യാൻ, പരീക്ഷാ ഹാളിൽ സമയം മാനേജ് ചെയ്യാൻ, അതുപോലെ അറിയാത്ത ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പരിശീലിക്കുന്നതൊക്കെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വഴിയാണ്. അപ്പൊ സമയം മാനേജ് ചെയ്യാൻ, അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പരിശീലിക്കാനൊക്കെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി സഹായിക്കും. അപ്പോൾ മികച്ച രീതിയിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. വരുന്ന PSC പരീക്ഷകൾക്ക് നിരവധി മോക്ക് ടെസ്റ്റുകളും സ്റ്റഡി മെറ്റീരിയലുകളും കോഴ്സുകളും ഒക്കെ കൃത്യമായ ക്ലാസ്സുകളും ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നോക്കുമല്ലോ. സെറ്റ് അല്ലേ? അപ്പോൾ 5 ടിപ്പുകൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ 5-ന്ന് മുകളിലോട്ട് പോയാലോ? മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നോക്കുക, ചോദ്യങ്ങൾ മുഴുവനായി വായിക്കുക, എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക, റൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുക. ഇനി ഒന്നാമത്തെ ടിപ്പ് എന്താ പറഞ്ഞത്? സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് മാർക്കുകൾ പകുതിയിലധികമായി കുറയുന്നതായിട്ട്, ഒരു മാജിക് അവിടെ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒപ്പം റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഒരുപാട് മുന്നിലെത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? കൂടുതൽ ടിപ്പ് വേണമെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കൂടുതൽ ടിപ്സ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ PSC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഉപകാരപ്രദമായ ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.